Welcome back my dear students. Welcome to our physics class. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസ്പേർഷൻ ആണ്. ഡിസ്പേർഷൻ എന്താണ് ഡിസ്പേർഷൻ? എവിടെയാണ് നമുക്ക് ഇതൊക്കെ കാണുന്നത് അല്ലേ? നിങ്ങൾ പ്രിസം കണ്ടിട്ടില്ലേ? പ്രിസം സ്ഫടികം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലേ? അതാണ് എന്ത് പ്രിസം എന്ന് പറയുന്നത്. ഈ പ്രിസത്തിലൂടെ നമ്മളൊരു കോമ്പോസിറ്റ് ലൈറ്റ് കടത്തിവിടും. കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ലൈറ്റ് അല്ലേ? വൈറ്റ് ലൈറ്റ്. When we are passing white light through the prism. So what is the nature of a white light? White light എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? സൂര്യപ്രകാശത്തിൽ നമുക്ക് കിട്ടുന്ന ലൈറ്റ് എന്താണ്? 7 വർണ്ണങ്ങളിൽ കൂടി ചേർന്നതാണ് ആ ലൈറ്റ് അല്ലേ? പക്ഷേ അതൊരു മഴത്തുള്ളി കൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിൽ 7 നിറങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഈ വെള്ള നിറത്തിലുള്ള ലൈറ്റിൽ എന്താണ്? ഇറ്റ്സ് കണ്ടെയ്ൻസ് 7 കളേഴ്സ് അല്ലേ? 7 കളറുകളും അടങ്ങിച്ചേർന്നതാണ് ഒരു വെളുത്ത നിറം എന്ന് പറയുന്നത്. അപ്പൊ ഈ വെളുത്ത നിറത്തിലുള്ള ലൈറ്റ് നമ്മൾ ഒരു പ്രിസത്തിലൊക്കെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രിസം എന്ത് ചെയ്യുന്നറിയാമോ? ഈ അയച്ചിട്ടുള്ള ഈ ഒരു സിംഗിൾ ലൈറ്റിനെ അത് ഡിഫറെന്റ് കളേഴ്സ് ആക്കിയിട്ട് മാറ്റും. The prism will split the light rays into its different colors. So we can say that the splitting of light rays, the splitting of white rays into its composite colors is known as the dispersion. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. വെള്ള രശ്മികൾ അല്ലെ വെളുത്ത രശ്മീനെ അതിന്റെ ഘടകവർണ്ണങ്ങളാക്കി മാറുക, അതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്പേർഷൻ നിങ്ങൾക്ക് കാണാം, വെബ്ജിയോർ തന്നെ കാണാം അല്ലെ? വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, യെല്ലോ, ഈ 7 നിറങ്ങളും കാണാം. ഈ 7 നിറങ്ങളും നമുക്ക് സെപ്പറേറ്റ് കാണണമെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഈ ലൈറ്റ് റേ എന്തോ ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തോ ഒരു ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡ് അപ്പോൺ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയ. ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് and also depend upon the wavelength. ലൈറ്റുകളുടെ വേവ് ലെങ്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഒരു പ്രിസം അതിന്റെ 7 നിറങ്ങളാക്കിയിട്ട് മാറ്റുന്നത്. ഒരു വൈറ്റ് ലൈറ്റ് അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിസം അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 കളേഴ്സ് ആക്കി കാണിക്കുന്നു. ഈ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. ഓക്കെ, ആ ഡിസ്പേർഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? We are getting the 7 colors and they all depend upon the refractive index of that media and they have their own wavelength. Okay, ഓരോന്നും ഓരോ വേവ് ലെങ്തിലാണ് നമുക്ക് കാണുന്നത്. വയലറ്റിന്റെ വേവ് ലെങ്ത് വ്യത്യാസമാണ്, ഇൻഡിഗോയുടെ വേവ് ലെങ്ത് വ്യത്യാസമാണ്, റെഡ്, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതൊക്കെ ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ്. ഈ ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള എല്ലാ ലൈറ്റ് റേസിനും സ്പ്ലിറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഒരു പ്രിസത്തിനുണ്ട്. ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. പലപ്പോഴും മഴ പെയ്യുമ്പോൾ മഴ തോർന്നിരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള മഴത്തുള്ളികൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു? പ്രിസം പോലെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? പ്രിസം പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? മഴത്തുള്ളികൾ തട്ടിയിട്ടുള്ള 7 നിറങ്ങളുള്ള മനോഹരമായ മഴവില്ല് കാണുന്നത്. പക്ഷേ അതിലൊരു കാര്യം കൂടി ഉൾപ്പെടുത്താനുണ്ട്. മഴത്തുള്ളി കാരണം ഉണ്ടാവുന്ന ഈ മഴവില്ല് എന്ന പ്രതിഭാസത്തിന് കാരണം ഡിസ്പേർഷൻ മാത്രമല്ല, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നിട്ടുള്ള ആ ഒരു പ്രതിഭാസം കൂടി ചേർന്നാണ്. ഇപ്പൊ റെയിൻബോ ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? ഡിസ്പേർഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2 ഫിനോമിനെ കൂടി ചേരുമ്പോൾ മാത്രമാണ് എന്തുണ്ടാകുന്നത്? മഴവില്ലുണ്ടാകുന്നത്. അതേസമയം നമ്മുടെ പ്രിസത്തിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ ലൈറ്റ് റേ ഉള്ളൂ, അതിനെ ഡിഫറെന്റ് ലൈറ്റ് റേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. So that phenomenon is known as the dispersion. ലൈറ്റിന്റെ പ്രതിഭാസമായ ഡിസ്പേർഷനെ കുറിച്ചിട്ട് അറിഞ്ഞു.
അല്ലേ? അതായത് വൈറ്റ് ലൈറ്റ് റേ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് അതിന്റെ 7 കളേഴ്സ് ആയിട്ട് മാറുന്ന പ്രതിഭാസം, അതിനാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കാൻ സാധിച്ചത് ഒരു പ്രിസമാണ്, അല്ലെ? എങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടതുണ്ട്. എന്താണ് ഒരു പ്രിസം ആൻഡ് ഹൗ ഇറ്റ് ഈസ് വർക്ക്സ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ദർ ഇൻസൈഡ് ദ പ്രിസം, അല്ലെ? അപ്പൊ നമുക്ക് എന്താ നോക്കാം. പ്രിസം എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ എലമെന്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ, സ്ഫടികമാണ് കേട്ടോ. ട്രയാങ്കിൾ ഷേപ്ഡ് ആണ്. പ്രിസത്തിന് നമുക്ക് ഒരു പേര് കൊടുക്കാം, ABC. ഓക്കെ, അപ്പൊ 3 വശങ്ങളുണ്ട് പ്രിസത്തിന്, AB, BC ആൻഡ് AC. ഇനിയാണ് നമ്മൾ ഒരു ഇൻസിഡന്റ് റേനെ ഈ ഒരു പ്രിസത്തിലേക്ക് കടത്തി വിടുന്നത്. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ ആൻഡ് വി ആർ നെയിമിംഗ് ദി ഇൻസിഡന്റ് റേ. നമ്മൾ വരുന്ന റേക്ക് ഒരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ മാറിപ്പോയാലോ, PQ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡന്റ് റേ വന്ന് പ്രിസത്തിന്റെ AB പറഞ്ഞിട്ടുള്ള വശത്ത് വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? ഇവിടെ ഉള്ളത് എയർ ആണ്, ഇതൊരു ഡിഫറെന്റ് മീഡിയ ആണ്, അല്ലെ? പ്രിസം ഇവിടെ ഉള്ളത് എയറിനേക്കാളും ഡെൻസർ മീഡിയ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ ഉണ്ടാകും, അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് റിഫ്രാക്ഷൻ വരുന്നതെന്ന് കാണാം. അതിനുവേണ്ടി നമ്മൾ ഇമാജിനറി ലൈൻ ആയുള്ള നോർമൽ വരയ്ക്കുന്നു. ആൻഡ് ദിസ് ലൈറ്റ് റേസ് ഗെറ്റ് റിഫ്രാക്റ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ലൈറ്റ് റേ ഇതേപോലെ റിഫ്രാക്ട് ചെയ്ത് പോകും. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് റേയും ഈ നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് നമുക്ക് എന്തായിട്ട് അടയാളപ്പെടുത്താം? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആയിട്ട് അടയാളപ്പെടുത്താം. അതേപോലെ ഈ ഒരു നോർമലും ഈ ഒരു റിഫ്രാക്റ്റർ റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്ത് ചെയ്യാം? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിട്ട് അടയാളപ്പെടുത്താം. അപ്പൊ പ്രിസത്തിന്റെ എൻട്രി പാർട്ട് ഓക്കെ ആയല്ലോ. എൻട്രി പാർട്ട് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ഒന്ന് ഇതിന്റെ ഒപ്പം എഴുതി പോവാം. അതായത് ഇവിടെ നമുക്ക് PQ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ എന്ന് എഴുതാം. പിന്നെ ആംഗിൾ I എന്ന് കാണിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് എഴുതണം. ഇവിടെയുള്ള ആംഗിൾ R ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നായിട്ട് എഴുതും. ഇനി എന്താണ്? ഈ റിഫ്രാക്റ്റർ റേ പോയിട്ടാണ് പ്രിസത്തിന്റെ മറ്റു സൈഡിൽ വന്ന് പതിക്കുന്നത്. ഓക്കെ, ദിസ് റിഫ്രാക്റ്റർ റേസ് ഗോസ് ആൻഡ് ഇൻസിഡന്റ് ഓൺ ദിസ് അതർ സൈഡ്. Then what becomes? It becomes the incident ray at the side, അല്ലെ? BC എന്നിട്ടുള്ള സൈഡില് ഈ ലൈറ്റ് റേ ഇൻസിഡന്റ് റേ പോലെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? അവിടെ ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? Again our light ray is moving from the denser to the rarer media, so there is a refraction. റിഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നോർമൽ അടയാളപ്പെടുത്തുന്നു, വരയ്ക്കുന്നു. Okay, and it deviated like this. Okay, അതെങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്, എമേർജ് ചെയ്ത് പോകുന്നത് എന്ന് കാണിച്ചു തന്നു. ഈ എമേർജ് ചെയ്തിരിക്കുന്ന ഈ ലൈറ്റ് റേക്ക് നമുക്കൊരു പേര് കൊടുക്കാം. ഇവിടെ PQ എന്ന് പേര് കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? RS എന്നുള്ള പേര് കൊടുക്കാം. അപ്പൊ RS എന്നുള്ളതാണ് എമേർജന്റ് റേ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, ഈ വന്നിട്ടുള്ള ലൈറ്റ് റേ, ഈ ലൈറ്റ് റേ ആണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ആൻഡ് ഈ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഇവിടെ ഉള്ളത് എന്താണ്? ഇൻസിഡന്റ് ആംഗിളും. അതേപോലെ ഈ നോർമലും ഈ ഡീവിയേറ്റ് എമേർജ് ചെയ്തിരിക്കുന്ന ലൈറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? റിഫ്രാക്റ്റർ റേ പ്രിസത്തിന്റെ ഉള്ളിൽ വന്ന് പതിച്ച് മറ്റു സൈഡിലേക്ക് പതിക്കുന്ന സമയത്ത് അത് ഇൻസിഡന്റ് റേ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് there is a result that the light ray will deviate, that the light ray will refract, and the refractor ray നമ്മൾ എന്ത് ചെയ്യുന്നു? RS എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ എഴുതി പോവാം, RS എന്നുള്ളതാണ് എമർജന്റ് റേ. ഓക്കെ, എമർജന്റ് റേ. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെയുള്ള ഈ രണ്ട് നോർമലും കൂട്ടിച്ചേർന്നൊരു ഭാഗമുണ്ട്, അല്ലേ? ഈ രണ്ട് നോർമലും കൂടി ചേർന്നൊരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഒരു ആംഗിൾ, ഇങ്ങനെ നമ്മൾ ഒരു ആംഗിൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സോ D stand for the angle of deviation. അതായത് ലൈറ്റ് റേസ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു, അല്ലെ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നു.
ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഡീവിയേഷൻ. അവരിലുള്ള ഡീവിയേഷൻ കാരണമുണ്ടാണ്. അപ്പൊ ആ ഡീവിയേഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ കണ്ടെത്തി, അതേപോലെ എമർജന്റ് റേയും കണ്ടെത്തി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിസത്തിന്റെ ആംഗിൾ. പ്രിസത്തിന്റെ ആംഗിൾ ഇവിടെ ടോപ്പിലുണ്ടായിരിക്കും. ദിസ് വൺ ഈസ് ദി ആംഗിൾ ഓഫ് പ്രിസം. സോ യു റൈറ്റ് തീറ്റ is stand for the angle of prism. ഓക്കെ, തീറ്റ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് പ്രിസം. ഇപ്പോൾ പ്രിസം വരയ്ക്കാനും പ്രിസത്തിന്റെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രിസത്തിന്റെ റിഫ്രാക്ഷൻ ഒക്കെ വരയ്ക്കാൻ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. വളരെ വ്യക്തമല്ലേ? ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്ത റേ തന്നെ അതർ സൈഡിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, വീണ്ടും റിഫ്രാക്ഷൻ. that is called as a emergent ray. And there are incident angle, refracted angle, angle of deviation and angle of prism. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രിസത്തിന്റെ ഒരു ഭംഗി എന്ന് പറയാം. ഇനി നമ്മള് ഇവിടെ എന്തായാലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് റേസ് ആണ് കിട്ടുന്നത് അല്ലെ. 7 കളേഴ്സ് ആണ് കിട്ടുന്നത്. ആ 7 കളേഴ്സ് ഉള്ള വരുന്ന ഈ ലൈറ്റ് റേനെ നമ്മൾ വേറൊരു പ്രിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തല കുത്തനെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഒബ്സർവ്, നമുക്ക് എന്ത് കാണാൻ പറ്റും എന്നറിയാമോ? 2 പ്രിസവും ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റും? ഇവിടെയുള്ള ലൈറ്റ് റേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ അതൊരു പ്രതിഭാസമാണ്, അത് കോമ്പിനേഷൻ ഓഫ് പ്രിസം ആണ്. നമുക്ക് എങ്ങനെയാണ് വൈറ്റ് ലൈറ്റ് ഒരു പ്രിസം കൊണ്ട് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് റൈറ്റ് ദിസ് ഐഡിയ. ഓക്കെ, സോ ദാറ്റ് ഈസ് a beautifulness of dispersion and beautifulness of prism. I hope all of you got it very nicely and get ready for the smart work. Thank you so much.